പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് 20 ബുധനാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന മക്കൾ
പഠനം നിന്നുപോയവർ, പഠിച്ച് തോറ്റുപോയവർ, പഠനം മടുത്തു പോയവർ, കർത്താവ് ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നുപോയ, പിരിഞ്ഞുപോയ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവർ കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ, കർത്താവ് വാശിയോ വൈരാഗ്യം കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവത്തിൻ്റെ സന്നിധി വിജയിച്ച് നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികമുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. നമുക്കിപ്പോൾ കൃപാസനത്തിൽ തന്നെ ഓരോ ശുശ്രൂഷകളും അതാത് കാലങ്ങളിൽ വെളിപാടാണ്, അല്ലാതെ എക്സിക്യൂട്ടീവ് കൂടി ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫലം ഉണ്ടാവും, ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫലം ഉണ്ടാവും, അങ്ങനെ ഡിസ്കഷനൊന്നുമില്ല. എന്നോട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് പറയും, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ആദ്യം മരിയൻ ധ്യാനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം കൗൺസിലിംഗ് ആയിരുന്നു, പിന്നീട് അത് മരിയൻ ധ്യാനമായി മാറി. മരിയൻ ധ്യാനം പിന്നീട് ജപമാല ജീവിതദർശന ധ്യാനമായി, പിന്നെ അഖണ്ഡ ജപമാല ധ്യാനമായി. അങ്ങനെ പതുക്കെ വളർന്നാണ് മരിയൻ തപസ്സായത്. അതിൽ നിന്നാണ് ഹോസ്പിറ്റൽ മിഷൻ. ഇതെല്ലാം അമ്മ ഓരോ സമയത്ത് പറയണ അനുസരിച്ചാണ് ചെയ്യണത്. അതാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. കാരണം നിങ്ങളാരും ധരിക്കരുത് ഇതൊക്കെ ഇങ്ങനെ ഓരോ ചട്ടപ്പടി പ്രോഗ്രാം ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമല്ല കൃപാസനം. 1950 തുടങ്ങിയ 75 തുടങ്ങിയ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഇല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. പക്ഷെ കേരള സഭയിൽ കവനൻ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴാണ് സ്പേസ് ആൻഡ് ടൈം ഭയങ്കരമായ രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടുപോയി. വളർച്ചാ ധ്യാനം, പ്രാരംഭ ധ്യാനം, ആന്തരികസൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം, അങ്ങനെ 75 മുതൽ 87 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആത്മീയ വളർച്ചയുണ്ട് കേരളത്തിന്. അതിൻ്റെ അവസാനം 2016 കവനൻ്റ് വരണത്. എന്ന് വെച്ചാൽ കവനൻ്റ് എന്തിനാണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? 2 Corinthians 1:20 വാഗ്ദാനം. എന്താണ്? സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേ തന്നെയാണ്. വായിച്ചേ, 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ ക്രിസ്തു ആണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും സാര സംഗ്രഹം. വാഗ്ദാനങ്ങൾ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ട്. അത് മുഴുവനും ക്രിസ്തുവിൽ യേസാണ്, ആമേനാണ്. ഈ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കണത് എങ്ങനെയാണ്? മഹത്വത്തിന് ആമേൻ പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്. അവൻ്റെ ഓരോ വചനങ്ങളില്ലേ, യോഹന്നാൻ 2:5 അവൻ്റെ വചനങ്ങളുണ്ട്. പിരിഞ്ഞില്ല, ഒരു ഇല്ലായ്മ, അത് കൃപയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ സങ്കടത്തോടെ അച്ഛൻ പറഞ്ഞത്, അച്ഛനോട് പറഞ്ഞത്, അച്ഛന്മാരും പറഞ്ഞതല്ലേ, അച്ഛന് ചോറ് കുടിച്ചു കൊടുക്കണ ചേച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടും പറഞ്ഞ്, എൻ്റെ അച്ഛൻ പള്ളിയുടെ കിടപ്പ് കണ്ട, പള്ളിയിൽ നിന്ന് നമ്മുടെ മധ്യസ്ഥൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അവർ പറയുകയാണ്,
അവർക്ക് ആ പള്ളിയെ കണ്ടപ്പോൾ തോന്നി ഇവിടുത്തെ മധ്യസ്ഥൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന്. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തത്. കാരണം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, വിജ്ഞാനികളിലും വിവേകമതികളിൽ നിന്നും മറച്ചു വെക്കുമെന്നും പറഞ്ഞിട്ടില്ലേ. മത്തായിയുടെ സുവിശേഷം 11:25. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ സഭയിൽ ഒത്തിരിയേറെ പഠിച്ച ഡോക്ടർമാരൊക്കെ ഉണ്ട്, പഠിക്കാത്തവരാരും സഭയിലില്ല. സെക്കുലർ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം സഭയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും പഠിക്കുകയും ചെയ്യും. അപ്പോൾ വിജ്ഞാനികൾ ഇല്ലാത്തതുകൊണ്ട് വിവേകമതികളുമുണ്ട്. പക്ഷേ മധ്യസ്ഥ ഇറങ്ങിപ്പോയത് ഞങ്ങളോട് ആരും പറഞ്ഞില്ല. അരിവെച്ച് ചോറ് തന്നെ ചേച്ചി പള്ളിക്ക് അറിയപ്പോൾ ചേച്ചിയോട് പറഞ്ഞ് മധ്യസ്ഥന് ഇറങ്ങിപ്പോയി കേട്ടാ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി. ആ സങ്കടം അവർ കൊച്ചോണ്ട് ഇരുന്ന് പറഞ്ഞു, അച്ഛാ പള്ളിയിൽ നിന്ന് മധ്യസ്ഥൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ചോദിച്ചും പറഞ്ഞ് ശരിയാണ് ചേച്ചി, എനിക്കും തോന്നിയെന്ന് പറഞ്ഞു. ആ ശരിയാ. ആ കൊച്ചമ്മന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദൈവചൈതന്യം ഇറങ്ങിപ്പോണതൊക്കെ പുതിയ കാര്യമല്ല, ബൈബിളിൽ പഴയ മൂലം ഉള്ളതാണ്. ഇപ്പം ദൈവചൈതന്യം ലോസ് ചെയ്തെന്ന് പറയുന്നത്. അപ്പം എന്താണ്, എന്തെങ്കിലും ലോസ് ചെയ്താൽ പിന്നെ അതിനെ തിരിച്ചു പിടിക്കാൻ എന്താ മാർഗം? ഇടക്കാരെ മൊത്തം വിളിച്ചു കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണം. അപ്പോൾ പോയ ചൈതന്യം തിരിച്ചു വരും. നമ്മുടെ വീട്ടിൽ നിന്ന് ചൈതന്യം പോയാൽ എന്ത് ചെയ്യും? അതും സൊല്യൂഷൻ അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൃപയുടെ വീഞ്ഞില്ല, ചൈതന്യത്തിൻ്റെ വീഞ്ഞില്ല, സമാധാനത്തിൻ്റെ വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യുക. വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ട് പറഞ്ഞാലും വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അവൻ പറഞ്ഞ പോലെ ചെയ്തോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ പറയുന്നതാണ് കൃപാസനം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.